ഓണവില്ല് വരയ്ക്കാൻ ഏതൊരു കലാകാരനും സാധിക്കും. പക്ഷേ ആചാരാനുഷ്ഠാനങ്ങളോടെ പരമ്പരാഗതമായി അത് വരയ്ക്കുക എന്നുള്ള ആ ഒരു നിയോഗം വിളയിൽ വീട് കുടുംബത്തിന് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിനെ വ്യക്തമാക്കുന്ന ചില അനുഭവങ്ങൾ ശ്രീ ബിൻ കുമാർ നമ്മളോട് പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിന് ഇതിനു മുൻപുണ്ടായ ചില അനുഭവങ്ങളാണ്. ഈ പാരമ്പര്യം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു ദിവസം പെട്ടെന്ന് കിട്ടുന്നതൊന്നുമല്ല, കാലാകാലങ്ങളായി കിട്ടുന്നതാണ്. ഓണവില്ലിൻ്റെ ആ കഥയുടെ പിന്നിൽ പാരമ്പര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങ് ഒരു കഥ എന്നോട് പറയുകയുണ്ടായി. എന്തായിരുന്നു ആ സംഭവം? അത് പാരമ്പര്യം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല പാരമ്പര്യം. അത് വന്നു ചേരണം, ആ കുലത്തിൽ ജനിക്കുക, ജീവിക്കുക എന്നുള്ളതാണ് ആ പാരമ്പര്യത്തിൻ്റെ മഹത്വം. ഈ ഓണവില്ല് ഞങ്ങൾ ഈ ഓണവില്ല് വളരെ വിശ്വാസപൂർവ്വം വരച്ച് ഭഗവാന് സമർപ്പിക്കുന്നു, ഭക്തർക്കും ഭഗവാനോടൊപ്പം തന്നെ. ഭഗവാനെന്നോ ഭക്തർ എന്നുള്ള വേർതിരിവില്ല, എല്ലാം ഒരേപോലെ തന്നെ അത്രയും നിഷ്ഠയോടെയും ചിട്ടയോടെയും ഒക്കെ ഭക്തിയോടുകൂടി ചെയ്ത് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വരച്ച് കൊടുക്കുന്ന വില്ലിനകത്തൊരു എനർജി ഉണ്ടായിരിക്കും, അതൊരു ചൈതന്യമുണ്ട്. അത് നമുക്ക് പൂർണ്ണ വിശ്വാസമാണ്, 100% ചൈതന്യമുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെയാണ് ഞങ്ങളിവിടെ വരയ്ക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം ഗോവയിൽ നിന്ന് ഒരു ടീം ഇവിടെ വന്നു. അവർക്ക് ഒരു സെറ്റ് വില്ല് വേണമെന്ന് എൻ്റെ അടുത്ത് മുൻപ് വിളിച്ച് പറഞ്ഞു. ഇവിടെ തിരുവനന്തപുരത്ത് തളിയലിൽ താമസിക്കുന്ന ഒരു ലേഡിയും കൂടെ അവരോടൊപ്പം ഉണ്ട്. അവർ ഹിന്ദിക്കാരാണ്. അവരോടൊപ്പം ഇവരാണ് ഗൈഡായിട്ട് വന്നത്. അപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സെറ്റ് വില്ല് വേണം, എൻ്റെ ആശ്രമത്തിലേക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ തയ്യാറാക്കി വയ്ക്കാം, ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഓണം അടുപ്പിച്ചിട്ട് വന്നു. ഓണത്തിന് നമ്മുടെ സമർപ്പണത്തിന് അവർ വന്നതായിട്ട് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഞാൻ കണ്ടില്ലായിരുന്നു. സമർപ്പണ ചടങ്ങിന് അവർ പങ്കെടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവരിവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് വില്ല് വാങ്ങി അന്ന് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തൊരു വലിയൊരു പ്ലാവുണ്ടായിരുന്നു. ആ പ്ലാവിൻ്റെ മൂട്ടിൽ ഇദ്ദേഹം വില്ല് വച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന സമയത്ത് പെട്ടെന്ന് അത്ഭുതകരമായിട്ട് മഴ പെയ്തു. അപ്പോൾ മഴ പെയ്ത സമയം ഈ വില്ല് വാങ്ങി കയ്യിൽ വച്ചിരിക്കുന്ന ആൾ നിന്ന് കരയാൻ തുടങ്ങി. അപ്പം ഞാൻ പേടിച്ചു പോയി. കാരണം ഈ കരയുന്നത് എന്തിനാണെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ഭയപ്പാടുണ്ടായിരുന്നു. എല്ലാവരും അപ്സെറ്റായി. അപ്പോൾ ആ സമയം ഇദ്ദേഹം അവിടെ ഗൈഡായിട്ട് വന്ന അവരുടെ അടുത്ത് അവരുടെ അനുഭവം പറയായിരുന്നു. എന്നിട്ട് അവർ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. അവർ പറഞ്ഞത് അവരുടെ ഗ്രൂപ്പിനകത്ത് ഈ ഗോവയിലുള്ള ആശ്രമത്തിലുള്ള ഗ്രൂപ്പിനകത്ത് നാഡീ ജ്യോതിഷം അറിയുന്ന ഒരു ജ്യോതിഷി ഉണ്ടായിരുന്നു. ആ ജ്യോതിഷി പറഞ്ഞു, തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭന് വില്ലുവയ്പ്പ് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഈ വില്ലുവയ്പ്പ് ചടങ്ങ് നിങ്ങൾ കാണണം. എന്നിട്ട് ഈ വില്ല് വയ്ക്കുന്ന ആചാര്യൻ്റെ കുടുംബത്തിൽ പോയി നിങ്ങൾ വില്ല് വാങ്ങണം. ആ വാങ്ങുന്ന സമയത്ത് വരുണൻ പ്രസാദിക്കും. വരുണൻ പ്രസാദിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചു കൊള്ളണം, അത് സ്വയം വിശ്വകർമാവാണ് വില്ല് രചിച്ചത് എന്ന് വിശ്വസിക്കണം. ഈ വില്ലുകൾ ഇരിക്കുന്നിടത്ത് അഗ്നിബാധ, പ്രളയം അതുപോലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് അവരുടെ ആശ്രമങ്ങളിലെല്ലാം വില്ലുകൾ വാങ്ങിച്ച് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരടുത്ത് നിർദ്ദേശിച്ചു. അപ്പോൾ ഈ വരുണം പ്രസാദിക്കുമെന്ന് പറഞ്ഞത് സത്യമായത് അനുഭവിച്ചത് കൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് കണ്ണ് നിറഞ്ഞ് കരഞ്ഞത്. അപ്പോൾ ആ സമയമാണ് ഞങ്ങളടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ നാഡീ ജ്യോതിഷത്തിനകത്ത് നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് അതിനകത്ത് വന്നിരിക്കുന്നു, അത്രയും ഗ്രേറ്റാണ് നിങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്കത് വലിയ സന്തോഷവും ഒരു അഭിമാനവും ഒക്കെ ആ സമയം തോന്നി. അത് കഴിഞ്ഞ് വില്ല് വാങ്ങിക്കൊണ്ടവർ പോയി. നിരന്തരം അവർ ഒരുപാട് പ്രാവശ്യം വില്ലുകൾ അവരുടെ ആശ്രമങ്ങളിൽ വാങ്ങി വച്ചിട്ടുണ്ട്. 2019 വീണ്ടും അവരിവിടെ വന്നു. വീണ്ടും വന്നിട്ട് അവരിൽ കുറച്ച് വേറെ പുതിയ ആൾക്കാരോട് വന്നിട്ട് പെട്ടെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വില്ല് ഓറ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓറ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഓറ എന്ന് പറഞ്ഞാൽ 2005 ഈ ഓറ ടെസ്റ്റ് മെഷീൻ കണ്ടുപിടിച്ചിരുന്നു. ആറ്റം ബോംബ് കണ്ടുപിടിച്ച സമയത്താണ് ഈ ഓറയുടെ മെഷീൻ കണ്ടുപിടിച്ചത്. അത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഓണവില്ലിന് എത്ര എനർജി ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ 2 മനസ്സായിരുന്നു ഒന്ന് എനിക്ക്. കാരണം ഞങ്ങൾ മനസ്സിനകത്ത് സ്വന്തമായിട്ട് വിശ്വസിച്ച് വച്ചിട്ടുണ്ട്, ഭഗവാന്റെ ചൈതന്യമുണ്ട്, അതിനകത്ത് അത്രയും എനർജി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അതിനകത്ത് പരാജയപ്പെട്ടാൽ നമ്മൾ വിശ്വാസവും നഷ്ടപ്പെടും. പിന്നെ പരിപൂർണമായിട്ടും നമ്മളൊരു നിസ്സംഗഭാവമായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരു മാനസിക പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ ഭഗവാനെയും വിശ്വകർമാവിനെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അനുവാദം കൊടുത്തു. അവർ ഇവിടെ വന്ന് പകുതി വരച്ച വില്ല്, പൂർണ്ണമായിട്ട് വരച്ച വില്ല്, പഴയ ഒരു വില്ല്, ഇതെല്ലാം വച്ചിട്ട് ഇവിടെ ഈ അമ്പലത്തിൻ്റെ മുൻപിൽ വച്ച്
ഇവർ ചെക്ക് ചെയ്ത് അവർ പറഞ്ഞത് 1 മീറ്റർ സർക്കിളിനകത്ത് വരുന്നതാണ് സാധാരണ 100% എനർജി, ഒരു ഓറ എന്ന് പറയുന്നത് റൗണ്ട്. ഇതിനകത്ത് വരുന്ന എനർജി അത്രയും പോസിറ്റീവ് ആയിരിക്കും, 100% ഉണ്ട് എന്നുള്ള മനസ്സിലാക്കും. പക്ഷെ അവർ ആ മെഷീൻ വെച്ചിട്ട് ഇവിടുന്ന് നടന്ന് ഏകദേശം 6 മീറ്ററിന് മുകളിൽ പോയി അത്രയും ഓറ ഒരു വില്ലിന് ഉണ്ട് എന്ന് അവർ പറഞ്ഞു, പ്രൂവ് ചെയ്തു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്കിതിങ്ങനെ വാക്കാൽ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല, എനിക്കതൊരു രേഖാമൂലം ഒരു സർട്ടിഫിക്കറ്റായിട്ട് തരാൻ പറ്റുമെന്ന്. അങ്ങനെ അവർ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്കത് ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റായിട്ട് തന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ വില്ല് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ നാഗം പ്രത്യക്ഷപ്പെടാറുണ്ട്. വില്ല് സംസാരിക്കുമ്പോൾ ആര് വന്നിരുന്നാലും ഓണവില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം മുകളിൽ കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കാറുണ്ട്. പിന്നെ ശുഭസൂചക പല അനുഭവങ്ങളുണ്ട്. അനിയന്മാർക്ക് നേരെ അനിയനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും മുൻകൂട്ടി സ്വപ്നങ്ങൾ ദർശനം കിട്ടാറുണ്ട്. പല ക്ഷേത്രങ്ങളും പല കാര്യങ്ങളും അമ്പലത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രം നടക്കുന്ന പല വിഷയങ്ങൾക്കും ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും അവിടെ ഇന്നത് സംഭവിക്കാൻ പോകുന്നു. അതിനൊരു മുൻകരുതൽ ഞങ്ങൾ എടുക്കാറുണ്ട്. അത് അനിയൻ സ്വപ്ന ദർശനത്തിലുള്ള ഭഗവാന്റെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഭഗവാനെ ഞങ്ങൾക്ക് സ്വന്തം സഹോദരനെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്, ഒരു ഭഗവാനായിട്ടല്ല, കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് കാണുന്നത്. ഞങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ ഭഗവാന്റെ പൂർണ്ണമായ രൂപവും അതിൻ്റെ പുറകിലുള്ള രൂപങ്ങളുമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. 1952 അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ എഴുതിയ ഒരു എഴുതി വെച്ച്, നമ്മൾ ഡയറി കുറിക്കുമല്ലോ, എഴുതി വെച്ച ചില കാര്യങ്ങളാണുള്ളത്, അതൊന്ന് വായിക്കാം. 1952 മുതൽ, അതിന് മുമ്പും ഡയറികൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഈ 1952 ഒരു ഡയറിയാണ്. അതുമുതൽ 1957 എഴുതി വച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വകയ്ക്ക് പള്ളിവെല്ല് വയ്ക്കുന്നതിന് വേണ്ടി കൂലി 6 വില്ലിന് 17 രൂപ, 10 അണ, 11 നാണയം, തടി ക്യൂബിക് ഘനം 23 പേർക്ക് അവരുടെ കൂലിയൊക്കെ വെച്ചിട്ട് ചേർത്ത്. അപ്പോൾ അന്ന് ഇത് രേഖാമൂലം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ 1957 കാര്യമാണ്. അതിനു മുമ്പും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതൊരു കൈകൊണ്ട് എഴുതിയ റെക്കോർഡാണ്. 164 വർഷത്തിന് മുമ്പേ ഉള്ള റെക്കോർഡ് ഞങ്ങളിലുണ്ട്. രേഖാമൂലമുള്ളതും ഒക്കെ ഞങ്ങളുടെ കയ്യിൽ ഈ വില്ല് വയ്പ്പ് എന്ന് പറയുന്ന സ്ഥാനത്തിന് വേറെ ആർക്കും അവകാശമില്ല എന്നതിന് തെളിയിക്കുന്നതിനുള്ള ധാരാളം രേഖകൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഇത് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത്. പാരമ്പര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് വെറും വായ കൊണ്ട് അവകാശപ്പെടാൻ സാധിക്കുന്നതല്ല, അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ കുടുംബത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കാലാകാലമായി കൈമാറി വന്ന ഒരു സ്വത്ത് തന്നെയാണ്. ആ സ്വത്ത് കൈമുതലായുള്ള കുടുംബം തന്നെയാണ് വിളയിൽ വീട് ഓണവില്ല് കുടുംബം. അതിന് അവരെ എന്താ പറയുക, എതിർക്കാനോ അല്ലെങ്കിൽ അവരെ അവഹേളിക്കാനോ ഇനി ആര് വിചാരിച്ചാലും അനന്തപത്മനാഭൻ അത് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത്. ഓണവില്ലിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജിയെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. എല്ലാ വീടുകളിലും ഇപ്പോൾ പലരും ഒരു ഗൃഹപ്രവേശത്തിനൊക്കെ സമ്മാനമായി ഓണവില്ല് സമ്മാനിക്കാറുണ്ട്. പക്ഷേ അതൊരു വെറും ഒരു കാഴ്ചവസ്തുവായി അതിൻ്റെ വില അറിയാതെ നമ്മൾ എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ പാടില്ല. അത്രത്തോളം പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലും ലൈഫിലും വീട്ടിലുമൊക്കെ തരുന്ന ഒരു അമൂല്യമായ ഒരു സമ്പത്ത് തന്നെയാണ് അത്. ഓണവില്ല് ഇനിയും പ്രോപ്പറായിട്ട് സൂക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ വളരെ വൃത്തിയായി അതിൻ്റേതായ ഐശ്വര്യത്തിൽ വീട്ടിൽ സൂക്ഷിക്കുക. എല്ലാ നന്മകളും ഈ ഓണക്കാലത്ത് നമുക്ക് ലഭിക്കട്ടെ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓണവില്ല് സമർപ്പണത്തിന് മുമ്പായിട്ട് ഉത്രാട ദിവസം പൂജാ ചടങ്ങുകളുണ്ട്. ആ പൂജയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ സുലഭൻ ആചാരി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസമാണ് ഞങ്ങൾ വില്ല് സമർപ്പിക്കുന്നത്. തിരുവോണത്തിൻ്റെ തലേ ദിവസം, അതായത് 1-ാം ഓണത്തിൻ്റെ അന്ന് നമ്മുടെ കുടുംബ പരദേവതാ സ്ഥാനത്ത് വെച്ചിട്ട് കുല ആചാരപ്രകാരമുള്ള പൂജാ വിധികളുണ്ട്. അത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് രാത്രി ഏതാണ്ട് 8:30-9 മണി വരെ നീണ്ടു നിൽക്കുന്നൊരു ചടങ്ങാണ്. അത് അന്ന് ഭക്തർക്ക് ഭഗവാൻ സമർപ്പിക്കുന്ന വില്ല് കണ്ടു തൊഴാനുള്ള, അതായത് ഭഗവാന് അവിടെ സമർപ്പിക്കുന്ന അതേ വില്ല് 12 വില്ല് വെച്ചിട്ടുള്ള കുലാചാരപ്രകാരമുള്ള പൂജയാണ്. അത് കണ്ടു തൊഴാൻ ഇഷ്ടംപോലെ ഭക്തർ വരുന്നുണ്ട്. അത് കണ്ടു തൊഴാനുള്ള വലിയ ഭാഗ്യം ഈ ഭക്തജനങ്ങൾക്ക് ഇവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അത് 33 കോടി ദൈവങ്ങളുടെ സാന്നിധ്യം അന്ന് ഞങ്ങളുടെ ഈ കുടുംബത്തിലുണ്ട്. അപ്പോൾ അത് അന്ന് വന്ന് അവിടെ ഭഗവാനെ തൊഴുന്നത് ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ദിവസമാണത്. തിരുവോണത്തിൻ്റെ തലേ ദിവസം 1-ാം ഓണത്തിൻ്റെ സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് രാത്രി 8:30-9 മണി വരെ. ഏത് സമയം വേണമെങ്കിലും ഭഗവാനെ വന്ന് കണ്ടു തൊഴാൻ. അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കാരണം സാധാരണ വൈകുന്നേരമായിരുന്നു നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഭക്തജനങ്ങൾ എല്ലാവരും കൂടെ ഇത് ഒരു 6:30 മണിക്കാണ് ദീപാരാധനയും അതിൻ്റെ ബാക്കിയുള്ള കാര്യം വൈകിട്ട്.
പക്ഷേ രാവിലെ മുതൽ ഭഗവാനെ കണ്ടു തൊഴാനുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ വരാൻ ആഗ്രഹമുള്ളവരെ അദ്ദേഹം ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പത്മനാഭന് സമർപ്പിക്കുന്നതിന് മുൻപ് ആ വില്ല് കണ്ട് ദർശിക്കാനുള്ള ഒരു അസുലഭ ഭാഗ്യമാണ്.